പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിരോഷിമയിൽ ബോംബ് വീണ സ്ഥലത്തുള്ള പീസ് മെമ്മോറിയൽ പാർക്കും മ്യൂസിയവും കാണുവാനാണ്. ഒരു സാധാരണ ദിവസം പോലെ 1945 ആഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ സുപ്രഭാതം പൊട്ടിവിടർന്നു. കാലത്ത് 8 മണിക്ക് ടിനിയാൻ ദ്വീപിൽ നിന്നും ഒരു യുദ്ധവിമാനം പുറപ്പെട്ടു. വിമാനം ഓടിച്ചിരുന്നത് കേണൽ പോൾ ടിബറ്റ് എന്നൊരാളായിരുന്നു. ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് കൃത്യം 8:15 ആ യുദ്ധവിമാനം ഹിരോഷിമയിലെ ഇൻഡസ്ട്രിയൽ ഹാളിന് മുകളിൽ ഒരു അണുബോംബ് വർഷിച്ചു. അതിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ഈ കാണുന്ന ബിൽഡിംഗാണ് അന്നത്തെ ഇൻഡസ്ട്രിയൽ ഹാൾ. ഇന്നിതിനെ ജൻബാക്കു ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു മുകളിലാണ് ബോംബ് വർഷിച്ചത്. 1,40,000 പേരാണ് അന്ന് മരിച്ചത്. മരിച്ചവർക്കുള്ള ആദരസൂചകമായി അവിടെ ഒരു പാറക്കല്ലിൽ ഓം ശാന്തി എന്ന് ജപ്പാൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. ശ്മശാനമൂകത തളം കെട്ടി നിൽക്കുന്നതാണ് ഈ സ്ഥലം. 100-200 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ബോംബിൻ്റെ വികിരണങ്ങൾ ബാധിച്ചത് എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. ഇതിനെ ഒരു ചരിത്ര സ്മാരകമായി ഇന്നും അവർ സൂക്ഷിക്കുന്നു. സ്കൂൾ കുട്ടികൾ മിക്ക ദിവസവും അവിടെ വന്ന് തങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് കാണാം. അമേരിക്കക്കാരാണ് ഇത് ചെയ്തതെങ്കിലും കൂടിയിട്ട് ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവരുത് എന്നവർ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശീലിപ്പിക്കുന്നത്. ഈ ചരിത്ര സ്മാരകം കാണുമ്പോൾ ഇനിയൊരു ആറ്റം ബോംബ് പ്രയോഗം ഒരു കാലത്തും ഒരിടത്തും ഉണ്ടാവരുത് എന്ന് നമ്മൾ മനസ്സാ പ്രാർത്ഥിച്ചു പോകും. അത്രയ്ക്ക് ഭയാനകമാണ് അവിടെയുള്ള ഈ ദൃശ്യങ്ങൾ. ഇത് ഒരു വ്യാവസായിക ഉൽപ്പന്ന പ്രദർശനം നടത്തിയിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഈ അണുവർഷ വികിരണങ്ങൾ കൊണ്ടുള്ള ദുരിതം 2-3 ജനറേഷനാണ് അവിടെ അനുഭവിച്ചത് എന്നവർ പറയുന്നു. ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളായിരുന്നു അവരിൽ പലർക്കും. 1,40,000 പേരാണത്രേ അന്ന് മാത്രം മരിച്ചത്. ഇനോലാഗി എന്നായിരുന്നു ഈ ബോംബ് വർഷിച്ച ഫ്ലൈറ്റിൻ്റെ പേര്. ശ്മശാന മൂകതയാണ് അവിടെ എന്നും. മൊട്ടോയാസു നദിയുടെ തീരത്താണ് ഈ ജൻബാക്കു ഡോം സ്ഥിതി ചെയ്യുന്നത്. ആറ്റം ബോംബിലകപ്പെട്ട് തകർന്ന് തരിപ്പണമായ ജപ്പാൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇതാണ് മൊട്ടോയാസു നദി. ഒരു നദി എങ്ങനെ ശുചിത്വമായി പരിപാലിക്കണം എന്ന് ഇവരെ കണ്ടു പഠിക്കണം. മൊട്ടോയാസു നദിയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ ആറ്റം ബോംബ് വർഷത്തിന് ശേഷം ജപ്പാനിലുണ്ടായ ദുരിതങ്ങളും അതിനുശേഷം ജപ്പാൻ ഉയർത്തെഴുന്നേറ്റതും തുടങ്ങിയതായിട്ടുള്ള കഥകളെല്ലാം ഗൈഡ് ഞങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചു. ഈ നദിയുടെ പാലം കടന്ന് ഞങ്ങൾ പോയത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കും അതിനടുത്തുള്ള മ്യൂസിയവും കാണാനാണ്. 1945 ബോംബ് വർഷിക്കുന്ന സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി, സഡാക്കു സസാക്കി എന്ന പെൺകുട്ടിക്ക് വെറും 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് ആ കുട്ടിക്ക് 10 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയെ ലുക്യൂമിയ എന്ന രോഗം ബാധിച്ചിരുന്നു. ഈ കുട്ടി രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് പറയുമത്രേ, 1000 കൊറ്റികളെ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയാൽ രോഗം ഭേദമാകുമെന്ന്. പക്ഷേ 644 കൊറ്റികളെ ഉണ്ടാക്കിയപ്പോഴേക്കും ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാക്കിയുള്ള കൊറ്റികളെല്ലാം അവളുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കി തീർത്തു എന്നാണ് കഥ. ഇവിടെ സഡാക്കു സസാക്കിക്ക് ഒരു സ്മാരകമുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ഈ സ്മാരകത്തിന് മുന്നിൽ ഒരു മണി മുഴക്കി പ്രാർത്ഥിക്കുന്നു. അവിടെ സഡാക്കു സസാക്കി എന്ന പെൺകുട്ടിയുടെ ഒരു രൂപവും അതിനു മുകളിൽ ഒരു കൊറ്റിയുടെ രൂപവും വെച്ചിരിക്കുന്നു. ഇതിനെ ലോക സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നും സഡാക്കു സസാക്കിയുടെ ഓർമ്മയ്ക്കായി സ്കൂൾ കുട്ടികൾ വന്ന് പേപ്പർ ഒറിഗാമി നിർമ്മിച്ച് സമർപ്പിക്കുന്നു. ഞങ്ങളും അല്പനിമിഷം നേരം പ്രാർത്ഥനാ നിരതരായി നിന്നു. ലോക സമാധാനത്തിനു വേണ്ടി പലരും സമർപ്പിച്ച പീസ് തൂവാലകളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല നിറത്തിലും വർണ്ണത്തിലുമുള്ള സമാധാനത്തെ സൂചിപ്പിക്കുന്ന തൂവാലകളാണ് മിക്കവാറും.
എന്തിനാണ് അമേരിക്കക്കാർ ഇങ്ങനൊരു അണുബോംബ് പ്രയോഗം ഇവിടെ നടത്തിയത് എന്നത് ഇന്നും അവ്യക്തമാണ്. പിന്നീട് ഞങ്ങൾ പോയത് പോണ്ട് ഓഫ് പീസ്, ലാംപ് ഓഫ് പീസ് എന്നിവ കാണാനാണ്. അവിടെ തന്നെ ഒരു ചെറിയ തടാകം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെ പോണ്ട് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നു. ഈ തടാകത്തിനടുത്തായി ഒരു വിളക്ക് കാണാം. ഇതിനെ ലാംപ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ വിളക്ക് എന്നും അറിയപ്പെടുന്നു. ഇതെല്ലാം കാണുവാനായി അനവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് വരുമ്പോൾ അധികമാരും സംസാരിക്കുന്നില്ല. എല്ലാവരും ശ്മശാന മൂകതയായിട്ടാണ് നടന്നു നീങ്ങുന്നത്. ഇതാണ് സമാധാനത്തിൻ്റെ തടാകം. ഇതിനടുത്തായാണ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിനുള്ളിൽ അന്നവിടെ മരിച്ച ആൾക്കാരുടെ വിവരങ്ങളും ആ ഫോട്ടോസും അങ്ങനെ പലതും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് സാഡിൽ ഷേപ്പ്ഡ് ചിൽഡ്രൻ പീസ് മോണിമെൻറ്റ്. 1958 മെയ് 5 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു പെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. അന്ന് കൊല്ലപ്പെട്ടവരുടെ പേരുവിവരങ്ങളാണത്രേ ഈ പെട്ടിക്കുള്ളിൽ വെച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് മ്യൂസിയം. മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാമെങ്കിലും വളരെ ശ്മശാന മൂകതയായത് കാരണം കൊണ്ട് ഞങ്ങൾ അതിന് ശ്രമിച്ചില്ല. ഈ തടാകത്തിലെ വെള്ളത്തിൽ പേപ്പർ കൊണ്ടുള്ള കൊറ്റികളെ ഉണ്ടാക്കി ധാരാളം നിക്ഷേപിച്ചിരിക്കുന്നത് കാണാം. ഇനി ഒരിക്കലും ഇങ്ങനൊരു അണുബോംബ് പ്രയോഗം എവിടെയും ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു വെരി മച്ച്.